കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹം നിൻഗീതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹം നിൻഗീതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അതെനിക്കിഷ്ടമല്ല, ഇതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു പോകുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ആഹാരത്തിലായാലും മറ്റേതൊരു വിഷയത്തിലായാലും അതെനിക്കിഷ്ടമല്ല. ഒരു തുണി നോക്കാൻ പോയി തന്നെ അത് പറയാം അതെനിക്കിഷ്ടമല്ല. ഇങ്ങനെ പല രീതിയിൽ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും വെല്ലുമ്മച്ചിയോട് ഒരു കൊച്ചുമകൻ ഇങ്ങനെ പറഞ്ഞു, അമ്മച്ചി, എൻ്റെ ജീവിതത്തിൽ ഒന്നും യാഥാർത്ഥ്യമാകുന്നില്ല കേട്ടോ. എൻ്റെ സ്കൂളിൽ, വീട്ടിൽ, സഹപാഠികളുടെ ഇങ്ങനെ എല്ലാ തലത്തിലും ഞാൻ നിരാശനായി തീർന്നു. ശരി ആകട്ടെ മോനെ, നിനക്ക് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് അമ്മച്ചി തിരിച്ചു ചോദിച്ചു. അവൻ തലകുലുക്കി സമ്മതിച്ചു. അല്പസമയത്തിന് ശേഷം വെല്ലുമ്മച്ചി ഒരു കപ്പ് എണ്ണ എടുത്ത് അത് കുടിക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. ഈ കൊഴുത്തുന്നാർന്ന എണ്ണ എനിക്ക് എങ്ങനെ കുടിക്കാൻ സാധിക്കും എന്നവൻ ചോദിച്ചു. അതിന് കുറേ പച്ചമുട്ടകൾ അമ്മ അവന് കൊടുത്തു. അതും അവൻ നിഷേധിച്ചു. വീണ്ടും അമ്മച്ചി അവനോട്, ഞാൻ നിനക്ക് നെയ്യും കുറച്ച് മാവും സോഡാപ്പൊടിയൊക്കെ കൂടി തരട്ടെ മോനെ എന്നുകൂടി ചോദിച്ചു. കൊച്ചുമാൻ വെല്ലുമ്മച്ചിയോട് ദേഷ്യം തോന്നി. അവൻ പറഞ്ഞു, അമ്മച്ചി എന്നെ വൃത്തിയാക്കുകയാണോ? എനിക്ക് ഇതൊന്നും അല്ല, എനിക്ക് കേക്കാണ് വേണ്ടത്. അതെ, നീ പറഞ്ഞത് ശരിയാണ് മോനെ. പക്ഷേ ഈ പറയപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ നിൻ്റെ കണ്ണു മുമ്പിൽ രുചികരമല്ലാത്തതായി നിനക്ക് തോന്നിയിരിക്കുന്നു. എന്നാൽ ഈ സാധനങ്ങളെല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ചേർത്ത് ഒരു ഓവനിൽ വയ്ക്കുമ്പോൾ രുചികരമായ കേക്ക് പുറത്തു വരും. മോനെ, ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും. നിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാത്തതും നിനക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു തോന്നുന്നതുമായ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ പാചകശാലയിൽ ഒന്നിച്ചു ചേർത്ത് പാകപ്പെടുത്തുമ്പോൾ അത് നിൻ്റെ ജീവിതത്തിൽ രുചിയുള്ള ആഹാരമായി തീരും. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലതിനോടും ഇഷ്ടമില്ലായ്മയും വിരക്തിയും സന്തോഷമില്ലായ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ അത് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കും. ഇന്ന് ദൈവജനത്തെ പുച്ഛമായിട്ട് പുറന്തള്ളുന്ന അനേക യുവാക്കന്മാരെയും യുവതിമാരെയും നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഇതൊക്കെയും തൊഴിലില്ലാത്തവർക്കുള്ള ഒന്ന് പരിഹസിച്ച് നടക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക്. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദിയായിരിക്കും. സദൃശവാക്യം 13 പറയുന്നുണ്ട്, നിൻ്റെ യൗവനകാലം നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമല്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും എന്ന് ദൈവവചനം അനുശാസിക്കുന്നു. ആകയാൽ ദൈവത്തെങ്കിലേക്ക് നിൻ്റെ സകല പ്രശ്നങ്ങളും സമർപ്പിച്ച് അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിക്കുക. ഇഷ്ടമല്ലാത്തതിനെല്ലാം ഇഷ്ടമാക്കി തരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ട് സേവിക്കാൻ, ആരാധിക്കാം. അതുതന്നെയല്ല, നമുക്കിഷ്ടകരമായത് ഒക്കെയും മറ്റുള്ളവർക്കും അതുപോലെ ഇഷ്ടകരമാക്കി തീർക്കുവാനുള്ള അവസരവുമായിട്ട് നമുക്കതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം.
ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്ത കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.